എല്ലാ കൂട്ടുകാർക്കും ചിത്രാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് 12 ജ്യോതിർലിംഗങ്ങളിലൊന്നായ ത്രയംബകേശ്വർ ക്ഷേത്രത്തിലേക്കാണ്. ഇന്ത്യയിലെ 12 ജ്യോതിർലിംഗങ്ങളിലൊന്നാണ് ത്രയംബകേശ്വർ ക്ഷേത്രം. നാസിക് നഗരത്തിൽ നിന്ന് 28 കിലോമീറ്റർ അകലെ ത്രയംബകിൽ സ്ഥിതി ചെയ്യുന്ന ഈ ശിവക്ഷേത്രം ബ്രഹ്മഗിരി കുന്നുകളുടെ താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 18ാം നൂറ്റാണ്ടിൽ മറാത്ത ഭരണാധികാരിയായ പേഷ്വ നാനാ സാഹിബ് സ്ഥാപിച്ച ഈ ക്ഷേത്രം അമർത്യതയും ദീർഘായുസ്സും നൽകുന്ന ശക്തമായ മൃത്യുഞ്ജയ മന്ത്രത്താൽ പരാമർശിക്കപ്പെടുന്നു. ഒരിക്കൽ ദക്ഷിണ ഭാരതത്തിൽ അതികഠിനമായ വരൾച്ച അനുഭവപ്പെടുകയുണ്ടായി. വരൾച്ചയിൽ നിന്നും ജീവജാലങ്ങളെ രക്ഷിക്കാനായി ഗൗതമ ഋഷി ഭഗവാൻ ശിവനെ ആരാധിക്കാൻ ആരംഭിച്ചു. ഗൗതമനിൽ പ്രസീതനായ ശിവൻ പ്രത്യക്ഷപ്പെടുകയും ദക്ഷിണ ഭാരതത്തെ വരൾച്ചയിൽ നിന്നും രക്ഷിക്കാൻ ഗോദാവരി നദിയെ സൃഷ്ടിച്ചു എന്നുമാണ് ഐതിഹ്യം. ഗൗതമന്റെ പ്രാർത്ഥന മാനിച്ച് ശിവഭഗവാൻ ഗോദാവരി നദിയുടെ ഉത്ഭവസ്ഥാനത്ത് ജ്യോതിർലിംഗ സ്വരൂപത്തിൽ അധിവസിച്ചു. ഇതാണ് ത്രയംബകേശ്വര ജ്യോതിർലിംഗം. ത്രയംബകേശ്വർ ക്ഷേത്രത്തിനകത്ത് 3 ശിവലിംഗങ്ങളുണ്ട്. ഇവ മൂന്നിലുമായി ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ നിവസിക്കുന്നു. ത്രിമൂർത്തികൾ 3 പേരും നിവസിക്കുന്ന ജ്യോതിർലിംഗം എന്നതാണ് ത്രയംബകേശ്വർ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവയെല്ലാം ശിവലിംഗത്തിനുള്ളിലെ പൊള്ളയായ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ത്രയംബകേശ്വർ എന്ന പേര് ലഭിച്ചു. പാണ്ഡവരുടെ കാലഘട്ടത്തിലേതെന്ന് വിശ്വസിക്കപ്പെടുന്ന രത്നകിരീടത്താൽ അവ മൂടപ്പെട്ടിരിക്കുന്നു. രാമൻ, കൃഷ്ണൻ, ഗംഗ, പരശുരാമൻ, കേദാർനാഥ് തുടങ്ങിയവയുടെ ചിത്രങ്ങൾ ഇവിടെ കാണാം. ഈ ക്ഷേത്രത്തിൽ സന്യാസിമാരുടെ ആശ്രമങ്ങളും ഉണ്ട്. ക്ഷേത്രത്തിൽ അമൃതവർഷിണി എന്നൊരു കിണറുണ്ട്. ഗോദാവരിയുടെ ഉറവിടമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന കുശാവർത്തം അഥവാ പുണ്യകുളവും ഇവിടെയുണ്ട്. ക്ഷേത്ര ദർശനത്തിനായി ജനറൽ ക്യൂവും VIP ക്യൂവും ഉണ്ട്. VIP ക്യൂവിൽ പോകുവാനായി പ്രത്യേകം പാസ് എടുക്കണം. 200 രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് നിരക്ക്. ജനറൽ ക്യൂ ആണെങ്കിലും VIP ക്യൂ ആണെങ്കിലും സാമാന്യം നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ഏകദേശം 3.5 മണിക്കൂർ ക്യൂ നിന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ക്ഷേത്ര ദർശനം സാധ്യമായത്. ത്രയംബകേശ്വർ ക്ഷേത്രത്തിൽ വർഷം തോറും അനുഗ്രഹം തേടാനും വിവിധ ആചാരങ്ങളിൽ പങ്കെടുക്കാനുമായി ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിച്ചേരുന്നത്. 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു വലിയ മതസമ്മേളനമായ കുംഭമേളയ്ക്ക് ഈ ക്ഷേത്രം പ്രശസ്തമാണ്. കുംഭമേള സമയത്ത് ആത്മാവിനെ ശുദ്ധീകരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന പുണ്യകുടമായ പവിത്രമായ കുശാവർത്ത കുണ്ടിൽ കുളിക്കാൻ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഒത്തുകൂടുന്നു. പൂർവികരുടെ ആത്മാക്കളെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള ഒരു ആചാരമായ നാരായൺ നാഗബലി പൂജ, നെഗറ്റീവ് ഗ്രഹസ്വാധീനങ്ങളെ അകറ്റുന്നതിനുള്ള ഒരു ആചാരമായ കാലസർപ്പയോഗ പൂജ എന്നിവയാണ് ക്ഷേത്രത്തിലെ മറ്റ് പ്രധാന ആചാരങ്ങൾ. ക്ഷേത്രത്തിലെ പുരോഹിതന്മാർ ഈ ആചാരങ്ങൾ അങ്ങേയറ്റം ഭക്തിയോടെ നടത്തുന്നു. ഇത് ഭക്തർക്ക് ആഴത്തിലുള്ള ആത്മീയ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. കരിങ്കല്ലിൽ തീർത്തിരിക്കുന്ന ത്രയംബകേശ്വര ക്ഷേത്രം മറാത്ത ഹൈന്ദവ വാസ്തുവിദ്യയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ്. നാം ഇന്ന് കാണുന്ന ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാസ്തുശൈലി ഹേമാഡ് പന്നി എന്നും അറിയപ്പെടുന്നു. നാസികയിലെ ബ്രഹ്മഗിരി കുന്നുകളുടെ താഴ്വര പ്രദേശത്താണ് ഈ ക്ഷേത്രത്തിന്റെ സ്ഥാനം. ദേവന്മാർ, മൃഗങ്ങൾ, യക്ഷർ തുടങ്ങിയവരുടെ ശില്പങ്ങൾ കൊണ്ട് ക്ഷേത്രം അലങ്കരിച്ചിരിക്കുന്നു. സമചതുരാകൃതിയിലുള്ള ഗർഭഗൃഹത്തിന് മുകളിലായി ഉയരമുള്ള ശിഖരം സ്ഥിതി ചെയ്യുന്നു. അതിനു മുകളിലായി ഒരു സുവർണ കലശവും ഉണ്ട്. വിഷ്ണു, ഗണേശൻ, പാർവതി തുടങ്ങിയ ദേവതകൾക്കായി സമർപ്പിച്ചിരിക്കുന്ന നിരവധി ആരാധനാലയങ്ങളും ക്ഷേത്ര സമുച്ചയത്തിലുണ്ട്. പവിത്രമായ ഗോദാവരി നദി സമീപത്തായി ഒഴുകുന്നു. ക്ഷേത്ര പരിസരത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് ഭക്തർ പലപ്പോഴും അതിലെ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നു. ആത്മീയ അന്തരീക്ഷത്തിനും പുരോഹിതന്മാരും ഭക്തരും ആചരിക്കുന്ന ആഴമേറിയ മതപരമായ ആചാരങ്ങൾക്കും പേര് കേട്ടതാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിൽ ഭക്തർക്ക് ഭഗവാൻ ശിവനെ ദർശിക്കാൻ അവസരമുണ്ട്. സന്ദർശകർക്ക് പ്രാർത്ഥനകൾ നടത്താനും പുണ്യദേവതയിൽ നിന്ന് അനുഗ്രഹം തേടാനും കഴിയും. പുണ്യജലം, പാൽ, തേൻ, മറ്റു പുണ്യവസ്തുക്കൾ എന്നിവ ഉപയോഗിച്ച് വിഗ്രഹത്തെ ആചാരപരമായി കുളിപ്പിക്കുന്നതാണ് അഭിഷേകം. അഭിഷേകത്തിൽ പങ്കെടുക്കാനും ഈ പുണ്യയാഗം അർപ്പിക്കാനും ഭക്തർക്ക് ക്ഷേത്രം അവസരം നൽകുന്നു.
പ്രത്യേക അവസരങ്ങളിൽ ക്ഷേത്രത്തിൽ ഹവനങ്ങളും യജ്ഞങ്ങളും നടത്തപ്പെടുന്നു. ദിവ്യാനുഗ്രഹങ്ങളും ആത്മീയ ഐക്യവും പ്രാർത്ഥനയ്ക്കുമായി പുരോഹിതന്മാരാണ് ഈ ചടങ്ങുകൾ നടത്തുന്നത്. ദേവന് സമർപ്പിക്കുന്ന പ്രസാദം ക്ഷേത്രത്തിൽ നൽകുന്നു. ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തിയ ശേഷം ദൈവാനുഗ്രഹമായി പ്രസാദം സ്വീകരിക്കാം. ഭക്തർക്ക് ആത്മീയ മാർഗനിർദ്ദേശവും ഉപദേശവും നൽകുന്ന യോഗ്യരായ പുരോഹിതന്മാരാണ് ക്ഷേത്രത്തിലുള്ളത്. ത്രയംബകേശ്വർ ക്ഷേത്ര ദർശന സമയം രാവിലെ 5:30 മുതൽ രാത്രി 9 വരെയാണ്. ത്രയംബകേശ്വർ ക്ഷേത്രത്തിൽ രുദ്രാഭിഷേക സമയം രാവിലെ 7 മുതൽ 8:30 വരെയാണ്. പ്രത്യേക പൂജകൾക്കായി ത്രയംബകേശ്വർ ക്ഷേത്ര സമയം രാവിലെ 7-നും ഉച്ചയ്ക്ക് 1-നും വൈകുന്നേരം 4:30-നുമാണ്. ഏകദേശം 5 മീറ്റർ അകലെ നിന്നാണ് ആളുകൾ പൊതുദർശനം നടത്തുന്നത്. മാത്രമല്ല, അനുയായികൾക്ക് മാത്രമേ പ്രധാന ശ്രീകോവിലിൽ പ്രവേശിച്ച് ലിംഗത്തിൽ സ്പർശിക്കാൻ കഴിയൂ. പ്രത്യേക പൂജകളിൽ രുദ്രാഭിഷേകം, മൃത്യുഞ്ജയ മന്ത്രം, ലഘുരുദ്രാഭിഷേകം എന്നിവ അടങ്ങിയിരിക്കുന്നു. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കണ്ട ഒരു കാഴ്ചയായിരുന്നിത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ആചാരമാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ ഇത് കാണാൻ വളരെ മനോഹരമായി. ത്രയംബകേശ്വർ കൂടി കഴിഞ്ഞപ്പോൾ 2 ജ്യോതിർലിംഗ ദർശനം ഞങ്ങൾക്ക് സാധ്യമായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.